ദിവസങ്ങളിൽ പി അൻവറിന്റെ വെളിപ്പെടുത്തൽ വന്ന ശേഷം മുഴുവൻ വിവാദങ്ങളും ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത് ഒരൊറ്റ കേന്ദ്ര പ്രശ്നത്തിലാണ്. അത് RSS BJP നേതാക്കളുമായി അജിത് കുമാർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നതാണ്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം ഈ RSSന്റെ നേതാവായ ഈ ഹൊസബല്ലയെ മാത്രമല്ല, RS നേതാവ് റാം മാധവുമായി 2023 ഡിസംബറിൽ കോവളത്ത് വെച്ച് അജിത് കുമാർ കണ്ടിട്ടുണ്ട്. ഈ രണ്ട് കൂടിക്കാഴ്ചകൾക്കും ഇടനിലക്കാരനായി നിന്നത് RSSന്റെ സമ്പർക്ക് പ്രമുഖായ കൈമനം ജയകുമാറാണ് എന്നാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം താങ്കൾക്കറിയാമല്ലോ. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതൊരു വിശദീകരണം തേടിയില്ല, എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല എന്നതാണ്. ആരോപണമാകട്ടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് CPIM ഈ വിഷയത്തെ ഗൗരവമായി കാണാത്തത്? ക്ഷമിക്കണം. അല്ല, ഗോവിന്ദ മാഷയുടെ ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള ഒരു കോമാളി വേഷമാണ് ഗോവിന്ദ മാഷ് കിട്ടുന്നത്. അതുകൊണ്ടെന്താ അദ്ദേഹം ചോദിക്കുമ്പോൾ കേരള സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, കേരള സർക്കാരിനോട് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആള് കാണുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. RSSന്റെ ആളുകളെയോ NSSന്റെ ആളുകളെയോ അദ്ദേഹത്തിന് കാണാം. അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് ആരെ കാണുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ DGP രഹസ്യമായിട്ട് വാഹനമൊക്കെ മാറ്റി വേഷങ്ങളൊക്കെ മാറ്റി ഇദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം? എന്ത് തരത്തിലുള്ള ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം ക്യാരി ഔട്ട് ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് മുകളിലുള്ള ആളുകളോട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സർക്കാർ ചോദിക്കാനും സർക്കാർ ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം തന്നെയാണ് ADGPയുടെ ഈ RSS ലീഡർഷിപ്പുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള നടപടി എടുത്തില്ലെങ്കിൽ, ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചില്ലെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ പോയി, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് അറിയാം എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ ഉദ്ദേശങ്ങൾ അറിയാം, മുഖ്യമന്ത്രിക്ക് ഈ യാത്രയുടെ രഹസ്യങ്ങൾ അറിയാം, മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പേരിലായിരിക്കാം ആ തരത്തിലൊരു യാത്ര നടത്തിയത്. നമ്മൾ വേറൊരു വിഷയമുള്ളത്, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും അറിയാതെ ഇങ്ങനൊരു യാത്ര നടക്കില്ല. അതേസമയത്ത് LDF കൺവീനറായിട്ടുള്ള ആളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കേരളത്തിലെ ഒരു BJPയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ജാവദ്കർ വരുന്നു, അദ്ദേഹം കാണുന്നു, വർത്തമാനം പറഞ്ഞ് ചായ കുടിക്കുന്നു, പോകുന്നു. അതിൻ്റെ പേരിലാണ് ആ തരത്തിലുള്ള അദ്ദേഹം അത്തരം ഒരു പരിപാടി നടത്തിയത്, പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തെ LDF സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇതേ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു നയം, മുഖ്യമന്ത്രിക്ക് ഒരു ജസ്റ്റിസ്, LDF കൺവീനർക്ക് വേറെ ജസ്റ്റിസ്, അതെങ്ങനെയാണ് സാധിക്കുക? മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും അറിവോടുകൂടിയായിരിക്കും അജിത് കുമാർ എന്ന ക്രമസമാധാന പാലനം അതിന്റെ ചുമതല വഹിക്കുന്ന ADGP RSS നേതാക്കളെ കണ്ടിട്ടുള്ളതെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് മകൾക്കും എതിരായിട്ടുള്ള അന്വേഷണങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധനകളെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അതിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി മധ്യസ്ഥനായി അജിത് കുമാർ പോയി എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ? അതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ BJPക്ക് 1-2 സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടിക്കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതാണ് തൃശൂർ പൂരം ബോധപൂർവം അലങ്കോലപ്പെടുത്തിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ താങ്കൾ ഈ പറഞ്ഞ അറിവോടുകൂടിയുള്ള യാത്ര എന്ന ഒരു ആരോപണം ശരിവെക്കുന്നുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചോ അവരുടെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങളെക്കുറിച്ചോ വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി SFIO എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ചാർജ് ചെയ്തിരിക്കുന്ന കേസ്, അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതിൽ പ്രതിയായിട്ട് വരുന്നത്, അതിനകത്ത് ആരോപണ വിധേയനായിട്ടിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയുടെ മകളാണെന്നത് കൊണ്ടല്ല, പക്ഷേ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. തീർച്ചയായും അത് ഇന്നല്ലെങ്കിൽ നാളെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ എത്തിക്കും. മുഖ്യമന്ത്രിയാണോ നോക്കിയിട്ടൊന്നുമല്ല നടപടികൾ എടുക്കുന്നത്, നിയമപരമായിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ അന്വേഷണം വരുമ്പോൾ അതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജയിലിൽ പോകേണ്ടതായിട്ട് വരും. ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്, നേരത്തെ വേറൊരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ജയിലിൽ കിടന്നിട്ടുണ്ട്, പല തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും ജയിലിൽ കിടന്നിട്ടുണ്ട്.
പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിരവധി രാഷ്ട്രീയ നേതാക്കളെ സമീപകാലത്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. പലരും തിരിച്ചു വന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ് അല്ലെങ്കിൽ മരുമകളാണ് എന്നതല്ല. മനസ്സിലായി സാർ. പക്ഷേ വളരെ ഞാൻ ചോദിക്കുന്നത് സാർ, ഗൗരവമുള്ള ഇപ്പോൾ ഇഷ്യൂ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആ നിലയ്ക്കുള്ളതല്ലല്ലോ. അദ്ദേഹം പറയുന്നത് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്, എം.ആർ. അജിത് കുമാർ പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്, അതൊരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടായിരുന്നു ആ പോക്ക്, അതിനൊരു രാഷ്ട്രീയ പ്രത്യുപകാരം ഉണ്ടായിട്ടുണ്ട്, അതാണ് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ പാർലമെന്റിലേക്കുള്ള വിജയത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണല്ലോ. അതിനെ താങ്കൾ കേട്ടർ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ആരോപണത്തെ അതേ മട്ടിൽ പിന്തുണയ്ക്കാനൊന്നും ഞാൻ തയ്യാറില്ല. പക്ഷേ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്, നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു സീക്വൻസ് ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ പിന്നീട് എന്താ കണ്ടത്? തൃശ്ശൂർ കേരള പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, കമ്മീഷണർ ഓഫ് പോലീസ്, രാത്രി പാതിരയ്ക്ക് 1 മണിക്ക് ശേഷം ഇറങ്ങിയിട്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു. അതിനെ തുടർന്ന് വളരെ ശക്തമായിട്ട് പ്രചാരവേല സംഘപരിവാരം നടത്തുന്നു. അത് തൃശ്ശൂരിലെ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിക്കുന്നു. സുരേഷ് ഗോപി ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ ജയിക്കുന്നു. അപ്പോൾ ഇത് വളരെ സംശയാസ്പദമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ കാര്യത്തിലൊരു ശക്തമായ ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല, നിങ്ങൾ അത് ആ തരത്തിൽ അദ്ദേഹം റിജക്റ്റ് ചെയ്യാന്നല്ലാതെ. ഇപ്പോൾ ഗോവിന്ദ മാഷ് അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാഷും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അത് ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല രാമനാരായണ ആ മട്ടിൽ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ആയാലും ശരി, പാർട്ടി ആയാലും ശരി, വളരെ സംശയാസ്പദമായ ഒരു അന്തരീക്ഷമുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ.